ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് മൂലമാണ്, മറ്റെന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല. അവിടെ ഉണ്ടായ സംഭവത്തിൽ മനുഷ്യജീവൻ വരെ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കുണ്ട്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കേണ്ടതാണ്. സർക്കാർ ആശുപത്രികൾ പോലും മനുഷ്യജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളത് ഇന്നലത്തെ സംഭവത്തോടുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സർക്കാർ ആശുപത്രികളെക്കുറിച്ച് ധാരാളം പരാതിയാണ്. പലയിടത്തും മരുന്നില്ല, ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന ബ്ലോക്കുകളിൽ പോലും, പുതിയ ബ്ലോക്കുകളിൽ പോലും രോഗികളെ പ്രവേശിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ മൊത്തത്തിലുണ്ട്. ഇതിന് പുറമെയാണ് ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാക്കി മാറുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, ഇതൊരു അസാധാരണ സംഭവം എന്ന് മന്ത്രി പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിൽ ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ? മന്ത്രിക്ക് ഉത്തരവാദിത്വമില്ലേ? അതുകൊണ്ട് ഈ പിണറായി സർക്കാരിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാർ ആശുപത്രികളോട് ഒരു തെറ്റായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ തഴച്ചു വളരുകയും സർക്കാർ ആശുപത്രികൾ താഴോട്ട് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് മനുഷ്യജീവൻ പോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയം മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണം. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം. അതല്ലാതെ ഇന്ന് സർക്കാർ ആശുപത്രികളെ ഗ്രസിച്ചിരിക്കുന്ന ഈ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് തന്നെ വിരലിലെ സർജറിക്ക് കൊണ്ടുപോയ ഒരു കുട്ടിയുടെ നാക്കിൽ സർജറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 4 വർഷക്കാലം സർക്കാർ ആശുപത്രികളെക്കുറിച്ച് പരാതികളെ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ക്ലൈമാക്സിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ മന്ത്രിയെ കൊണ്ടത് കഴിയില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ടാണ് രാജി മുഖ്യമന്ത്രി വാങ്ങേണ്ട. മറ്റൊന്ന്, ഇപ്പോൾ KPCC പ്രസിഡന്റ് മാറുന്നു എന്നുള്ള വാർത്തകളും പ്രചരിക്കുന്ന വസ്തുതയുണ്ട്. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിൽ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. മാത്രമല്ല, ലോക്കൽ ബോഡീൻ്റെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോലുള്ള ഒരു അഭിപ്രായം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കും. ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ടിരുന്നു, അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ബാക്കി എന്ത് സംഭവിച്ചാലും അങ്ങനെ ഒരു സംഭവവികാസം കേരളത്തിൽ ഉണ്ടാവില്ല. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ പ്രസിഡന്റ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല. അർഹതയില്ലാത്തതുകൊണ്ട്, അർഹതയുള്ള എല്ലാവർക്കും സ്ഥാനങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഒരു പരാതി ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അല്ല, എല്ലാവരും യോഗ്യരാണ്. യോഗ്യതയുള്ള ആളായതുകൊണ്ടാണല്ലോ MP മാരാക്കിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ യോഗ്യതയില്ലാത്തവരെ ജനം തിരഞ്ഞെടുക്കുകയൊന്നുമില്ലല്ലോ. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് കാര്യം, ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ. പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലല്ല, എല്ലാ തീരുമാനങ്ങളും ഹൈക്കമാൻഡ് എടുക്കട്ടെ. ആരെ വെച്ചാൽ ഞാൻ ഒരു വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ളൊരു ചിത്രം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അഭിപ്രായം മാറേണ്ടതില്ല എന്നാണ്. നിങ്ങൾ ഈ വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് പറയണ്ട. പിന്നെ നാളെ ടൈറ്റിൽ കൊടുക്കാൻ K. മുരളീധരൻ ആൻ്റോ ആൻ്റണിക്കെതിരെ എന്ന് പറയാനാണെങ്കിൽ അത് എൻ്റെ ചെലവിൽ വേണ്ട. ശരി.